മകളെ, മഹാഭാരത യുദ്ധം 7 ദിവസങ്ങൾ പൂർത്തിയാക്കുന്നിടത്താണ് നമ്മൾ കഥ പറഞ്ഞ് നിർത്തിയത്. ഭീമസേനൻ്റെയും അർജുനൻ്റെയും യുദ്ധവൈഭവത്തിന് മുന്നിൽ കൗരവ സൈന്യത്തിന് തുടരെ തുടരെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇരു സൈന്യത്തിലും ധാരാളം യോദ്ധാക്കളും മഹാരഥന്മാരായ രാജാക്കന്മാരും കൗരവ സഹോദരന്മാരും പാണ്ഡവപക്ഷത്തെ വില്ലാളി വീരന്മാരുമൊക്കെ മരിച്ചു വീണുവെങ്കിലും യുദ്ധത്തിലെ വിജയം പാണ്ഡവർക്കായിരുന്നു. ഭീമൻ്റെ ശൗര്യത്തിന് മുന്നിൽ ഛിന്നഭിന്നമായ കൗരവ സൈന്യത്തിൻ്റെ തോൽവി ദുര്യോധനെ വളരെയേറെ ദുഃഖിപ്പിച്ചു. തങ്ങൾക്ക് വിജയം നേടിത്തരാൻ അതുവരെ യുദ്ധത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാതിരുന്ന കർണനോട് ദുര്യോധനൻ അപേക്ഷിച്ചു. എന്നാൽ ഭീഷ്മർ സൈന്യത്തിൻ്റെ നേതൃത്വം ഒഴിഞ്ഞ് ആയുധം താഴെ വയ്ക്കാതെ താൻ യുദ്ധം ചെയ്യുകയില്ലെന്നും ഭീഷ്മരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്നും കർണൻ നിർദ്ദേശിച്ചു. അതിൻ പ്രകാരം ദുര്യോധനൻ ഭീഷ്മരെ സമീപിച്ച് അദ്ദേഹത്തെ പരോക്ഷമായി കുറ്റപ്പെടുത്തും വിധം സംസാരിച്ചു. ആ വാക്കുകൾ ഭീഷ്മരെ വേദനിപ്പിച്ചു. എന്നാലും അടുത്ത ദിവസം ശിഖണ്ഡിയെയും പാണ്ഡവ സഹോദരങ്ങളെയും ഒഴികെ എല്ലാവരെയും താൻ വധിക്കുമെന്ന് ഉറപ്പുകൊടുത്ത് ഭീഷ്മർ ദുര്യോധനനെ മടക്കി അയച്ചു. യുദ്ധത്തിൻ്റെ 8-ാം ദിവസം ധൃതരാഷ്ട്രോട് സഞ്ജയൻ പറഞ്ഞു, സൂര്യദേവൻ ഉദിച്ചുവരും മുമ്പ് തന്നെ സൈനികരെല്ലാവരും കുരുക്ഷേത്രത്തിൽ നിരന്നു കഴിഞ്ഞു. ഭീഷ്മർ നിർദ്ദേശിച്ചതനുസരിച്ച് സർവതോഭദ്രം എന്ന സൈനിക വ്യൂഹമായിരുന്നു കൗരവർ തീർത്തത്. പാണ്ഡവർ കൗരവപക്ഷത്തു നിന്നുള്ള ആക്രമണം പ്രതീക്ഷിച്ച് നിന്നു. ശംഖ പടഹ ധ്വനികൾ മുഴങ്ങി യുദ്ധം ആരംഭിച്ചു. പോർക്കളം പൊടിപടലങ്ങൾ കൊണ്ട് മൂടിപ്പോയി. സൂര്യമണ്ഡലം മറഞ്ഞു. കൊടുങ്കാറ്റ് വീശി. വേട്ടനായ്ക്കളുടെ അലർച്ചകൾ കൊണ്ട് യുദ്ധഭൂമി മുഖരിതമായി. ഇടയ്ക്കിടെ കുറുക്കന്മാരുടെയും ചെന്നായ്ക്കളുടെയും ഓരിയിടൽ കേൾക്കാൻ തുടങ്ങി. പാണ്ഡവപക്ഷത്തു നിന്നും അഭിമന്യു കൗരവരെ കടന്നാക്രമിച്ചു. പല കൗരവ മഹാരഥന്മാരും അർജുനപുത്രൻ്റെ അസ്ത്രത്തെ തടയാനാവാതെ വീണുകൊണ്ടിരുന്നു. ദ്രോണർ, കൃപർ തുടങ്ങിയ ആചാര്യന്മാർ പോലും അഭിമന്യുവിൻ്റെ യുദ്ധസാമർഥ്യം കണ്ട് സ്തബ്ധരായി നിന്നു. ഒരർജുനൻ കൂടി പടക്കളത്തിലെത്തിയെന്ന് എല്ലാവരും വിശ്വസിച്ചു. കൗരവ സൈന്യം ഛിന്നഭിന്നമായി. ദുര്യോധനൻ അമ്പരപ്പോടെ അലംബുഷൻ എന്ന രാക്ഷസനെ കണ്ടു പറഞ്ഞു, നമ്മുടെ സൈന്യം പരാജയപ്പെടുകയാണ്. ആ അർജുനപുത്രനെ തടയാൻ നീയല്ലാതെ മറ്റാരുമില്ല. നീ ചെന്ന് അവനെ വധിക്കണം. ഞാൻ ഭീഷ്മർക്കൊപ്പം ചേർന്ന് അർജുനനെ വധിച്ചുകൊള്ളാം. ദുര്യോധനൻ്റെ ആജ്ഞ ലഭിച്ചപ്പോൾ അലംബുഷൻ മതയാനയെപ്പോലെ അലറിക്കൊണ്ട് പാണ്ഡവർക്ക് നേരെ പാഞ്ഞെടുത്തു. രാക്ഷസൻ്റെ വരവ് കണ്ട് പാണ്ഡവ സൈന്യം പിന്തിരിയാൻ ആരംഭിച്ചു. അപ്പോൾ അഭിമന്യു രംഗത്തെത്തി. രാക്ഷസൻ അഭിമന്യുവിൻ്റെ വശങ്ങളിൽ നിന്ന് സൈന്യത്തെ ആക്രമിക്കാൻ തുടങ്ങി. ദ്രൗപദിയുടെ പുത്രന്മാർ അലംബുഷനോട് ഏറ്റുമുട്ടി. യുധിഷ്ഠിര പുത്രനായ പ്രതിവിന്ധ്യനാണ് രാക്ഷസനെ ആദ്യം എതിർത്തത്. അയാൾക്കൊപ്പം എത്തിയ ദ്രൗപദി പുത്രന്മാരും അലംബുഷനോട് യുദ്ധം ചെയ്തു. ആ പാണ്ഡവ പുത്രന്മാരിൽ നിന്നും രാക്ഷസന് ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ഒരവസരത്തിൽ അയാൾ മൂർച്ഛിച്ചു വീണു. ബോധം തിരിച്ചു കിട്ടിയപ്പോൾ തൻ്റെ ശക്തിയെല്ലാം ചോർന്നിരിക്കുന്നുവെന്ന് മനസ്സിലാക്കി അലംബുഷൻ യുദ്ധരംഗത്തു നിന്നും ഓടി രക്ഷപ്പെട്ടു. കൗരവ സൈന്യത്തിൻ്റെ പലായനം കണ്ട് അങ്ങയുടെ സൈന്യത്തിലെ മഹാരഥന്മാർ അഭിമന്യുവിൻ്റെ ചുറ്റും നിന്നുകൊണ്ട് ശരങ്ങൾ പ്രയോഗിച്ചു. ഇത് കണ്ട് മകനെ സംരക്ഷിക്കാനായി പാർത്ഥൻ പാഞ്ഞെത്തി. ഭീഷ്മരുമായി പാർത്ഥൻ മുഖാമുഖം നിന്നു. കൗരവ സഹോദരന്മാരെല്ലാം ഭീഷ്മർക്ക് മുന്നിൽ ഓടിയെത്തി. അതുപോലെ പാണ്ഡവപക്ഷത്തുള്ള സൈന്യവും അഭിമന്യുവിൻ്റെയും അർജുനൻ്റെയും രക്ഷയ്ക്കായി ഒന്നിച്ചു ചേർന്നു. കൗരവരിൽ നിന്നും കൃപാചാര്യരാണ് ആക്രമണത്തിന് തുടക്കമിട്ടത്. ആചാര്യൻ സാത്വികയുടെ നേർക്ക് അമ്പുകൾ പൊഴിച്ചു. കൃപരെ വിട്ടിട്ട് സാത്വികി അശ്വത്ഥാമാവുമായി ഏറ്റുമുട്ടി. ദ്രോണപുത്രൻ്റെ ശരമേറ്റ് സാത്വികയുടെ വില്ല് മുറിഞ്ഞു. മറ്റൊരു വില്ലും ഏന്തിക്കൊണ്ട് സാത്വിക അശ്വത്ഥാമാവിനെ നേരിട്ടു. സാത്വികയോട് നേർക്കാൻ അശ്വത്ഥാമാവ് വളരെയേറെ ബുദ്ധിമുട്ടി. ഒരിക്കൽ സാത്വികയുടെ അസ്ത്രമേറ്റ് അശ്വത്ഥാമാവ് മൂർച്ഛിതനായി തേർക്കൊടിമരത്തിൽ ചാരി ഇരുന്നുപോയി. മൂർച്ഛയിൽ നിന്നും ഉണർന്ന് ദ്രൗണി പൊരുതിയെങ്കിലും സാത്വികയെ എതിർക്കാനാവാതെ യുദ്ധരംഗത്ത് നിന്നും പിന്മാറി. ദ്രോണാചാര്യർ അർജുനനോടുള്ള ആക്രമണം നിർത്തി അശ്വത്ഥാമാവിൻ്റെ രക്ഷയ്ക്ക് എത്തി. സാത്വികി പ്രയോഗിച്ച അസ്ത്രങ്ങളെ നേരിടാനാകാതെ ദ്രോണർ അർജുനൻ്റെ നേർക്ക് വീണ്ടും മടങ്ങിപ്പോയി. അപ്പോൾ അർജുനൻ കൗരവ സൈന്യത്തിന് മുന്നിൽ നിൽക്കുന്ന തൃഗർത്തത്തിലെ വീരന്മാരെ കണ്ടു. അവരുടെ നേർക്ക് പാർത്ഥൻ വായവ്യാസ്ത്രം ജപിച്ച് പ്രയോഗിച്ചു. അപ്പോൾ ശക്തമായ വായുപ്രവാഹം ഉണ്ടായി. തൃഗർത്തന്മാരുടെ ആവേശമെല്ലാം കെട്ടടങ്ങി. മഹാരാജാവേ, അപ്പോഴേക്കും ഉച്ചസമയം ആയിരുന്നു. ഭീഷ്മർ തളർച്ചയേതുമില്ലാതെ പാണ്ഡവരെ നേരിടുകയാണ്. ആ അജയ്യതയ്ക്ക് മുന്നിൽ എണ്ണമറ്റ പാണ്ഡവ സൈനികർ മരണപ്പെട്ടു.
ധൃഷ്ടദ്യുമ്നൻ, ദ്രുപദൻ, വിരാടൻ, ശിഖണ്ഡി എന്നിവർ ചേർന്ന് ഭീഷ്മരെ എതിർത്തു. ഭീഷ്മ ശരങ്ങളേറ്റ് ശിഖണ്ഡി ഒഴികെയുള്ള എല്ലാവർക്കും മുറിവ് പറ്റി. ശരങ്ങൾ പൊഴിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ശിഖണ്ഡിയെ പിതാമഹനൊന്ന് ശ്രദ്ധിച്ചതുപോലുമില്ല. ശിഖണ്ഡിയുടെ അമ്പിൽ നിന്നും മുറിവേറ്റിരുന്നുവെങ്കിലും ഭീഷ്മർ അത് കാര്യമാക്കിയില്ല. വിരാടനും ദ്രുപദനും ധൃഷ്ടദ്യുമ്നനുമെല്ലാം ശിഖണ്ഡിയുടെ ഒപ്പം ചേർന്ന് ഭീഷ്മരോട് പോരാടാൻ തുടങ്ങി. എങ്കിലും ഭീഷ്മശരങ്ങളേറ്റ് പരുക്ക് പറ്റാനായിരുന്നു അവരുടെ വിധി. ഭീമൻ, സാത്യകി, ദ്രൗപദിയുടെ മക്കൾ, യുധിഷ്ഠിരൻ തുടങ്ങിയവർ ദ്രുപദനെ സഹായിച്ചുകൊണ്ട് ഭീഷ്മരോട് യുദ്ധം ചെയ്തു. ഇരുപക്ഷവും ശക്തമായി ഏറ്റുമുട്ടി. അർജുനനും സുശർമാവും തമ്മിൽ നടന്ന യുദ്ധത്തിൽ കൗരവപക്ഷത്തെ എണ്ണമറ്റ പടയാളികൾ പരലോകം പോയി. ദ്രുപദൻ ദ്രോണരോടും ഭീമൻ ബാഹ്ലികനോടും യുദ്ധം ചെയ്തു. ഭീഷ്മർ സാത്യകിയുമായി യുദ്ധം ആരംഭിച്ചു. ഭീഷ്മർ അയച്ച ഒരു ശക്തി സാത്യകി അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർത്തു. അപ്പോൾ കുറേ പാണ്ഡവ മഹാരഥന്മാർ സാത്യകിക്ക് ഒപ്പമെത്തി. ദുര്യോധനൻ ദുശാസനെയും സൈന്യത്തെയും ഭീഷ്മരുടെ സഹായത്തിനായി അയച്ചു. എവിടെയും കൗരവ സൈന്യത്തിന് പരാജയം തന്നെ ആയിരുന്നു. ദുര്യോധനന് ഇതൊരു വലിയ പ്രതിസന്ധിയായി. അയാൾ ശല്യരെ കണ്ട് യുധിഷ്ഠിരനോട് യുദ്ധം ചെയ്യുവാൻ അഭ്യർത്ഥിച്ചു. ഈ സമയത്ത് ഭീഷ്മർ ആഞ്ഞടിക്കുവാൻ തുടങ്ങി. ഭീമനോടും നകുലസഹദേവന്മാരോടും സാത്വികയോടും അദ്ദേഹം ഒരേ സമയം യുദ്ധം ചെയ്തു. ഭീഷ്മർക്ക് മുന്നിലെത്തിയ തേരുകളും കുതിരകളും അനാഥമായി യുദ്ധക്കളത്തിൽ ലക്ഷ്യമില്ലാതെ ഓടി നടന്നു. പല രാജ്യങ്ങളിലും പെട്ട 14,000-ഓളം പടയാളികളെ ഭീഷ്മർ ഒറ്റയ്ക്ക് വധിച്ചു. അപ്പോൾ പാണ്ഡവ സൈന്യം പിന്മാറുവാൻ തുടങ്ങി. ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, പാർത്ഥ, നിന്റെ ശപഥം നിറവേറ്റുവാനുള്ള സമയമെത്തിയിരിക്കുന്നു. അർജുനൻ പറഞ്ഞു, ഭഗവാനെ, തേർ പിതാമഹൻ്റെ അടുത്തേക്ക് എത്തിച്ചാലും. അർജുനൻ സഞ്ചരിച്ച വെള്ളക്കുതിരകളെ പൂട്ടിയ രഥം കൃഷ്ണൻ ഭീഷ്മരുടെ മുന്നിൽ എത്തിച്ചു. അപ്പോൾ പിന്തിരിഞ്ഞ പാണ്ഡവ സൈന്യം മുഴുവൻ തിരിച്ചെത്തി. ഭീഷ്മർ അർജുനൻ്റെ രഥത്തെ ആക്രമിക്കുവാൻ തുടങ്ങി. തുടർച്ചയായി അയച്ച ശരങ്ങളേറ്റ് അർജുനനും തേരാളിക്കും മുറിവ് പറ്റി. രഥാശ്വങ്ങൾക്ക് മുറിവ് പറ്റിയിട്ടും കൃഷ്ണൻ അർജുനന് അപകടം ഉണ്ടാകാത്ത വിധം അവയെ നിയന്ത്രിച്ചു. അർജുനൻ്റെ ശരങ്ങളേറ്റ് 2 തവണ ഭീഷ്മരുടെ വില്ല് മുറിഞ്ഞു വീണു. പുതിയ വില്ലെടുത്ത് ഭീഷ്മർ ആക്രമണം തുടർന്നു. അർജുന ശരങ്ങളുടെ തീക്ഷ്ണത കണ്ട് പല പ്രാവശ്യം ഭീഷ്മർ പരസ്യമായി തന്നെ അർജുനനെ പ്രശംസിച്ചു. എന്നിട്ടും പിതാമഹൻ അർജുനനെ ഇടതടവില്ലാതെ ആക്രമിച്ചു. രൂക്ഷമായ ശരങ്ങളേറ്റ് അർജുനൻ പരവശപ്പെട്ടു. ഇത് കണ്ട ശ്രീകൃഷ്ണൻ കുതിരകളുടെ കടിഞ്ഞാൺ വിട്ടിട്ട് ചമ്മട്ടിയുമായി തേരിൽ നിന്നും ഇറങ്ങി. ചമ്മട്ടി എന്നാൽ ചാട്ട എന്നാണ് അർത്ഥം. കാളകളെയും കുതിരകളെയും മറ്റും തെളിക്കാൻ വേണ്ടി വണ്ടിക്കാർ അല്ലെങ്കിൽ തേരാളികൾ ഉപയോഗിക്കുന്ന ചെറിയ ഒരായുധമാണ് ചാട്ട അഥവാ ചമ്മട്ടി. കൃഷ്ണൻ വേഗം ഭീഷ്മരുടെ മുന്നിലേക്ക് ചെന്നു. വ്യൂഹത്തിൽ ആകെ നിശബ്ദത പരന്നു. ഭീഷ്മരെ ഭഗവാൻ വധിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. ഭീഷ്മർ ഒട്ടും കുലുങ്ങിയതേയില്ല. വില്ലിൽ ശരം തൊടുത്തുകൊണ്ട് നിന്ന് തന്നെ എക്കാലത്തെയും തൻ്റെ ആരാധനാമൂർത്തിയായ ശ്രീകൃഷ്ണൻ തൻ്റെ നേർക്ക് വരുന്നത് കണ്ട് ഭീഷ്മർ പറഞ്ഞു, പ്രപഞ്ചപാലക, സ്വാഗതം. അങ്ങ് ഭൂമിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് വീരസ്വർഗം ഉറപ്പായി. വന്നാലും ദേവേശ, അങ്ങ് എങ്ങനെയും എന്നെ മർദ്ദിച്ച് വധിച്ചുകൊള്ളൂ. എൻ്റെ സ്ഥാനം സ്വർഗലോകത്ത് ഉറപ്പായി. അപ്പോൾ പിന്നാലെ എത്തിയ അർജുനൻ ശ്രീകൃഷ്ണനെ വിലക്കി. പിന്നിൽ നിന്നുകൊണ്ട് പാർത്ഥൻ കൃഷ്ണനെ കൈകളാൽ ചുറ്റിപ്പിടിച്ചു. പാർത്ഥനെയും വലിച്ചുകൊണ്ട് കോപാകുലനായ ശ്രീകൃഷ്ണൻ ഭീഷ്മരുടെ നേർക്ക് തന്നെ നടന്നു. ഇന്ന് കൗരവരുടെ കുലം നാമാവശേഷമായി എന്ന് തന്നെ കൗരവ സൈന്യം വിശ്വസിച്ചു. പാർത്ഥൻ വേഗം പിടിവിട്ട് ശ്രീകൃഷ്ണൻ്റെ പാദങ്ങളിൽ പിടിച്ച് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, മഹാബാഹോ, അരുത്, അങ്ങ് പിന്തിരിഞ്ഞാലും എല്ലാം ഞാൻ നിർവഹിച്ചുകൊള്ളാം. ആയുധം തൊടുകയില്ലെന്ന് അങ്ങ് ചെയ്ത ശപഥം തെറ്റരുത്. അത് ഉണ്ടായാൽ ശ്രീകൃഷ്ണൻ സത്യലംഘനം ചെയ്തുവെന്ന് എല്ലാവരും പറയും. ഞാൻ തന്നെ പിതാമഹനെ വധിച്ചുകൊള്ളാം. എൻ്റെ സത്യവും പുണ്യവും ആയുധങ്ങളും സാക്ഷിയാക്കി ഞാനിതാ ശപഥം ചെയ്യുന്നു. പിന്നെ ഭഗവാൻ ഒന്നും ചെയ്തില്ല. നേരെ മടങ്ങിച്ചെന്ന് പാർത്ഥൻ്റെ രഥത്തിൽ കയറിയിരുന്നു. ഭീഷ്മർ വീണ്ടും യുദ്ധം ആരംഭിച്ചു. പൂർവാധികം രൂക്ഷമായിരുന്നു ആ യുദ്ധം. പാണ്ഡവ സൈന്യത്തിൽ ഭീഷ്മർ നാശം വിതച്ചു. സൈന്യം പിന്തിരിഞ്ഞോടി. ജ്വലിച്ച സൂര്യനെ പോലെ നിലകൊണ്ട ഭീഷ്മരുടെ നേർക്ക് ഒന്ന് നോക്കുവാൻ പോലും കഴിയാതെ സൈന്യം പിന്തിരിഞ്ഞോടി. അപ്പോഴേക്കും സൂര്യൻ പടിഞ്ഞാറേ സമുദ്രത്തിലേക്ക് താഴ്ന്നുപോയിരുന്നു. പരിക്ഷീണിതരായ പടയാളികൾ ശിബിരങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ തയ്യാറെടുത്തു. കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.